ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ കൂടി നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. കെ രാജൻ, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കാണുന്ന സമയത്തൊക്കെ ഒരു സാധാരണ പകലായിരുന്നു. ഇന്ന് ആ പകൽ എരിഞ്ഞടങ്ങുമ്പോൾ വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് നമ്മളെ തേടി വരുന്നത്. ഒരുപക്ഷെ മലയാള സർഗ്ഗലോകത്ത് ഒരു അന്ധകാരം വിരിയിക്കുന്ന ഒരു ഒരു വിയോഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി രാജൻ. തലമുറകൾക്ക് അക്ഷരത്തിൻ്റെ കരുത്തും വായനാനുഭവവും സമ്മാനിച്ച ഒരു മഹാപ്രതിഭയ്ക്കാണ് ഇന്ന് നമ്മൾ യാത്രാമൊഴി നേരുന്നത്. അക്ഷരാർത്ഥത്തിൽ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കേരളമാകെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നുണ്ടെങ്കിലും എല്ലാ പ്രതിസന്ധികളെയും അഭിസംബോധന ചെയ്തും മറികടന്നും ടി സജീവമായി പ്രവർത്തന മേഖലയിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. ടിയോടുള്ള സ്നേഹമായിരുന്നു അതിൻ്റെ ആഴത്തിലുള്ള കൈമുതൽ. സാധാരണ നിലയിൽ ആ പ്രതീക്ഷയാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കാണുമ്പോഴും നമ്മൾ പങ്കുവച്ച കാര്യങ്ങളിലൊന്ന് ടി തിരിച്ചു വരും എന്ന ആശയം തന്നെയായിരുന്നു. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ടി മരണപ്പെട്ടാലും ടി മലയാളത്തിന് സമ്മാനിച്ച കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ വരികളും ലോകമുള്ളിടത്തോളം കാലം, മലയാളം ഉള്ളിടത്തോളം കാലം മലയാളിയോടൊപ്പം നടക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മലയാളി ഒരു തലമുറയെ ടി സ്വാധീനിക്കുന്നത് മലയാളിയുടെ ഒരു തലമുറയല്ല, തലമുറകളെ സ്വാധീനിക്കാൻ ടിക്ക് സാധ്യമായി ഒരു കാലത്ത്. നേരത്തെ ഒരുപക്ഷെ 24 പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കേരള ഗവൺമെൻറ് ടിയോടുള്ള ബഹുമാന സൂചകമായി നാളത്തെ ക്യാബിനറ്റ് മാറ്റിവെക്കുകയാണ്. 2 ദിവസം സർക്കാരിൻ്റെ ഔപചാരികമായിട്ടുള്ള പരിപാടികൾക്ക് തൽക്കാലമായി മാറ്റിവെക്കാൻ നിശ്ചയിച്ചറിയിച്ചിരിക്കുകയാണ്. ടിയുടെ മുമ്പിൽ നടത്താൻ കഴിയുന്ന ഒരു ആദരാഞ്ജലിയാണത് എന്ന് നമ്മൾ കരുതുകയാണ്. മലയാളത്തിന് എത്ര 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 മായാത്ത അനുഭവങ്ങൾ വായനകളിലൂടെ ടി സമ്മാനിച്ചിരിക്കുന്നു. നാലുകെട്ടും വാരണാസിയും കാലവും രണ്ടാമൂഴവും അടക്കം നമുക്കധികം സമ്മാനിച്ച എത്രയോ നോവലുകൾ, കഥകൾ, തിരക്കഥകൾ മലയാളത്തെ അതിൻ്റെ സർവതല സ്പർശിയായി മലയാള ജീവിതത്തിൻ്റെ ഓരോ അംശത്തെയും ടി പകർത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മലയാളത്തിൻ്റെ മുറ്റത്ത് ടി തീർത്ത നാലുകെട്ട് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരിടമായി തുടർന്ന് ശക്തമായി നിലകൊള്ളുകയാണ്. തലമുറകൾക്ക് അക്ഷരത്തിൻ്റെ കരുത്തു പകർന്ന ടി സത്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിലപാടുകളുടെ കാർക്കശ്യം ഏറ്റവും പതുക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നിലപാടുകളിൽ കാർക്കശ്യത്തോടെ പതുങ്ങിയ ശബ്ദത്തിലാണ് ടി പലപ്പോഴും സംസാരിക്കുക എങ്കിൽ പോലും നിലപാടുകളുടെ കാർക്കശ്യം കൊണ്ട് ആ ശബ്ദം ഏറ്റവും ഉറക്കെ നമ്മുടെ മുമ്പിൽ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. ഒന്നിൻ്റെ മുമ്പിലും പതറുകയോ ഏതെങ്കിലും വിധത്തിൽ നിലപാടുകളിൽ സന്ധി കാണിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. എഴുത്താണ് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എങ്കിലും സമൂഹത്തിൻ്റെ ചുറ്റളവിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കാൻ ടി തയ്യാറാകുന്നുണ്ട്. കർശനമായിട്ടുള്ള നിലപാടുകൾ ടി എടുത്തിട്ടുണ്ട്. മുഖം നോക്കാതെ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടിയുടെ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെ രാഷ്ട്രീയത്തിനതീതമായി കേരളം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും തിരുത്തേണ്ടത് തിരുത്തുകയും മുന്നോട്ട് പോകേണ്ട വഴികൾ കൃത്യതയോടെ അങ്ങനെ തന്നെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ തലമുറകളെ അക്ഷരത്തിൻ്റെ കരുത്തു പകർന്നു നൽകിയ ടി ഇനി നമ്മളോടൊപ്പമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ടി നമുക്കിടയിൽ ജീവിക്കുകയാണ്. മലയാളത്തിൻ്റെ ഒരു മഹാപ്രതിഭയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ വാരിക്കൂട്ടാവുന്ന എല്ലാം മലയാളത്തിന് നേടിത്തന്ന ഒരു മലയാളത്തിൻ്റെ കുലപതിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. ചെറിയ കാലം മുതൽ ടിയുമായി അടുത്ത ബന്ധം പല കാര്യങ്ങളാൽ പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ, കോവിഡ് കാലത്ത് തന്നെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ പലരെയും കാണാൻ വിസമ്മതിക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ കോവിഡിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ആളുകളെ അങ്ങനെ കാണാൻ അനുവദിക്കാത്തൊരു ഘട്ടത്തിലായിട്ട് പോലും ഒറ്റയ്ക്ക് വന്ന് കാണാം എന്ന് പറഞ്ഞ് ടിയെ കാണുകയും അദ്ദേഹം പുസ്തകങ്ങൾ വീണ്ടും സമ്മാനമായി തരികയും പലപ്പോഴും അദ്ദേഹത്തിനോട് ഈ അവസാന ഘട്ടത്തിന് തൊട്ടു മുമ്പ് വരെ പല വിധത്തിലുള്ള ആലോചനകൾക്ക് കോഴിക്കോടെത്തുമ്പോൾ പോകുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഒരു മഹാഭാഗ്യമായി അത് കരുതുകയാണ്. ടിയുടെ സമുചിതമായിട്ടുള്ള സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, ശിരസ് നമിക്കുന്നു. ഓക്കെ, താങ്ക് യു. റവന്യൂ മന്ത്രി കെ രാജനാണ് സംസാരിച്ചത്.